ഹായ് ഓൾ. ഇന്ന് ഞാനൊരു ചെറിയ സൂ ആണ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഷാർജയിലുള്ളതാണ്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ എൻട്രൻസിൽ പിള്ളേർക്കുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കളറിങ്ങും അവരവിടെ കളറിങ്ങിനുള്ള പെൻസിൽസും പേപ്പേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം പിള്ളേർക്ക് ബോറടിക്കുമ്പോൾ അവിടെ നിന്ന് കളറിങ്ങൊക്കെ ചെയ്യാം. അതിനുശേഷം ഡോറ് തുറന്ന് നമ്മളിങ്ങനെ അകത്തേക്ക് വരുമ്പം ഈ സൈഡിലായിട്ട് കുറച്ച് ലവ് ബേർഡ്സ്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വേറെ മൃഗങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒട്ടകം, പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പം ഇവിടെ ഇങ്ങനെ ഈ ഒരു കൂടിനകത്ത് മയിൽ, പിന്നെ താറാവ്, അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. നല്ല രസമാണ് കാണാൻ. അതിങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നതും നമുക്ക് ഒന്ന് പിള്ളേർക്ക് നല്ല എൻജോയ്മെൻറ്റാണ് എന്തൊക്കെ പറഞ്ഞാൽ. പിന്നെ നമ്മളിങ്ങനെ പിള്ളേരിങ്ങനെ ഇതിനെയൊക്കെ നോക്കി കണ്ട് ഇങ്ങനെ നടക്കുമ്പം നമുക്കും ഒരു സന്തോഷം. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അന്നൊന്നും ഇതിനെയൊന്നും വലിയ മൈൻഡ് കൊടുത്തില്ല. ഇവിടെയൊക്കെ ഇതൊന്ന് കാണാനൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് പോകണമല്ലോ, അല്ലെങ്കിൽ ഫാമുകളിലോ. അപ്പോൾ നമ്മുടെ ഒരു പൂവൻകോഴി ഒരു കൂട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് ഈ ചെറിയ ആടുകളുണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാടുകൾ, കുഞ്ഞു കാട്ടുകുട്ടികൾ. അപ്പം ഇതുണ്ടോ, ഇതൊരു പശുവിൻ്റെ ഒരു മോഡലൊക്കെ അവരുണ്ടാക്കി വെച്ചേക്കുക. പിന്നെ എൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം അവിടെ ആട്ടിൻകുട്ടിക്ക് തീറ്റ കൊടുപ്പായിരുന്നു. അവിടെ അവരിങ്ങനെ കച്ചി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുല്ല്, പശുവിന് കൊടുക്കുന്നതൊക്കെ പുല്ലില്ലേ, ആടിനുമൊക്കെ, അതവിടെ ഇങ്ങനെ നമ്മൾ വലിച്ച് അവിടെ കെട്ടിയിട്ടേക്കും. നമുക്ക് കാണാൻ പറ്റും ആ പൂവിൻ്റെ താഴെ. അവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് അതിങ്ങനെ ആടിനിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മോനും അതിന് ഫുൾ ടൈം കൊടുപ്പായിരുന്നു. അവിടെ ഞാൻ അവരെ വലിച്ചുകൊണ്ടാണ് പോയത്. അവർ വരത്തില്ലായിരുന്നു, കണ്ടോ, തീറ്റ കൊടുക്കുക. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. അവരെ എൻജോയ് ചെയ്തു. അതിൻ്റെ വേറൊരു സൈഡുണ്ട്. അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുരങ്ങനും പിന്നെന്താ ഹൈനയും അങ്ങനെ കുറേ വൈൽഡ് ആനിമൽസൊക്കെ ഉള്ള സ്ഥലവും വേറെ സെക്ഷൻ. അപ്പോൾ ഇപ്പോൾ താങ്ക് യു.